സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കലാശത്തിലേക്ക്. പരസ്യപ്രചാരണത്തിന് 4 ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തും. അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. പ്രചാരണത്തിന് ആവേശം പകർന്ന് ദേശീയ നേതാക്കളും കളം നിറയുകയാണ്. വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം ശശി തരൂരിനൊപ്പം അലമീൻ ചേരുന്നുണ്ട്. അലമീൻ, വെള്ളിയാഴ്ച ജനവിധി എഴുതാൻ പോവുകയാണ് കേരളം. എന്തായാലും സ്ഥാനാർത്ഥികളെല്ലാം പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. ദേശീയ നേതാക്കളടക്കം എത്തി. ശ്രുതി, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ 3 തവണയായി സിറ്റിംഗ് എം പിയായ ശശി തരൂർ 4ാം അംഗത്തിന് ഇറങ്ങുകയാണ്. അദ്ദേഹം ഇപ്പോൾ പ്രചരണം തുടരുകയാണ്. ഓരോ ഗ്രാമവീഥികളിലൂടെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയാണ്. പ്രചരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് ഒരു അവസാന സമയത്ത് ഒരു പൾസ് എങ്ങനെയുണ്ട്? പൾസൊക്കെ 100% നമ്മളൊപ്പം തന്നെയാണ്. ഞങ്ങൾ എല്ലാവരെയും കാണുന്നത് ജനങ്ങളുടെ സ്നേഹം, അവർ പുൻചെറി, അവർ ആവേശം. അതുമാത്രമല്ല, ഈ ഒരു തോന്നലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർ 3 തവണ എന്നെ നൽകിയ വിശ്വാസം വീണ്ടും നൽകാൻ തയ്യാറാണ്. അപ്പോൾ ആ സ്പിരിറ്റിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പൂർണ്ണ വിശ്വാസത്തോടൊപ്പമാണ് ഞാൻ ഈ അവസാനത്തെ 4 ദിവസം പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മത്സരത്തിന്റെ കാഠിന്യം എങ്ങനെയുണ്ട് ഈ ഒരു അവസാന സമയത്ത് എത്തി നിൽക്കുമ്പോൾ? കോൺഗ്രസിന്റെ ഞങ്ങൾ എല്ലാവരും പോസിറ്റീവാണ്. ഞാൻ കേൾക്കുന്നത് 20 ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. വെരി ഗുഡ്. അദ്ദേഹം ഇപ്പോൾ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ നന്ദി പറഞ്ഞ് സംസാരിക്കാൻ പോവുകയാണ്. അതിനുശേഷം കൂടുതൽ ഒരു കുട്ടിയൊക്കെ വന്ന് ഇപ്പോൾ തരൂരിന് സ്വീകരണം നൽകുകയാണ്. ഈ ഒരു പോയിന്റിൽ ഇപ്പോൾ സ്വീകരണത്തിനെത്തുന്നു. അദ്ദേഹത്തെ ഷാളിട്ട് ഹാരമണിച്ച് ഒരു കുട്ടി സ്വീകരിക്കുന്നു. ആ കുട്ടിയെ മടിയിലിരുത്തി തരൂർ മറച്ച് സ്വീകരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാനാകുന്നത്. അങ്ങനെ വൈവിധ്യമായ കാഴ്ചകൾ കൂടി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ്. ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. അദ്ദേഹം ഈ ആളുകൾക്ക് നന്ദി പറഞ്ഞ് സംസാരിക്കുകയാണ്. ഇപ്പോൾ ഈ 3ാം അംഗത്തിനിറങ്ങുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് ശശി തരൂർ പറയുന്നത്. ഒരു വോട്ട് അഭ്യർത്ഥിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ദുർഭരണം മാറ്റി BJP കൊണ്ടുവന്ന ഓരോരോ വിദ്വേഷങ്ങളും വർഗീയതയും അന്യായങ്ങളെയും ഒക്കെ തോൽപ്പിച്ചു തള്ളി നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നൊരു വികസനമാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതിനാണ് ഞാൻ മത്സരിക്കുന്നത്. എന്തായാലും ശശി തരൂരിനൊപ്പമായിരുന്നു അലമീൻ ചേർന്നിരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാനഘട്ട പ്രചാരണ പരിപാടികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം.